ഒരു സിനിമാ കഥ പോലെ കണ്ടിരിക്കുന്നവരെ വണ്ടറടിപ്പിക്കുന്നതാണ് നെസ്ലന്റെ കരിയർ. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ആരാധകരെ വാരിക്കൂട്ടിയ സ്റ്റാറിലേക്കുള്ള ഉയർച്ച. ലോക ഇന്ത്യ മൊത്തം ചർച്ചയാകുമ്പോൾ ചന്ദ്രയ്ക്ക് കട്ട സപ്പോർട്ട് നൽകുന്ന സണ്ണിയും ഏറെ പ്രശംസ നേടുന്നുണ്ട്. അയാൾക്ക് മാത്രം സാധ്യമാകുന്ന ചില മാനർസിങ്ങളുണ്ട്. ലോകയിലും നെസ്ലൻ അത് ഗംഭീരമായി അവതരിപ്പിക്കുന്നു. കണ്ടുമറന്ന നെസ്ലൻ കഥാപാത്രങ്ങളോട് എവിടെയൊക്കെയോ സാമ്യതകൾ തോന്നുമെങ്കിലും സണ്ണി വ്യത്യസ്തനാണ്. ഒരു ഫീമെയിൽ സെൻട്രിക് ചിത്രത്തിൽ നായകനാകുന്ന നെസ്ലന്റെ ചോയ്സ് ആണ് ആ വ്യത്യസ്തത. അത് നെസ്ലിന് നേടിക്കൊടുത്തത് കരിയറിലെ രണ്ടാമത്തെ 100 കോടിയും ആദ്യ 200 കോടിയുമാണ്. ഈ റെക്കോർഡുകളെല്ലാം അയാൾ വാരിക്കൂട്ടിയതാകട്ടെ വെറും 25 വയസ്സിനുള്ളിൽ. തുടർ വിജയങ്ങളുമായി പ്രേക്ഷക മനസ്സിലും ബോക്സ് ഓഫീസ് നമ്പറുകളിലും കുതിപ്പ് തുടരുമ്പോഴും നെസ്ലിനെതിരെ ഉയരുന്നത് വൻ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനാണ്. പ്രേമലുവിൽ തുടങ്ങിയതാണ് സൈബർ ഇടത്തിലുള്ള ആക്രമണങ്ങൾ. ഇത്ര ചെറുപ്രായത്തിലെ അയാൾ അച്ചീവ് ചെയ്ത സ്റ്റാർ സ്റ്റാറ്റസിൽ എന്തിനിത്ര അസൂയ എന്ന മറുചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയിൽ താൻ സൈഡായി പോയെന്നായിരുന്നു നേരിട്ട ആദ്യ വിമർശനം. പിന്നാലെ ആസിഫ് അലി ചിത്രം ടിക്കറ്റാക്കിയ ചുറ്റിപ്പറ്റിയായി വിവാദം. ആസിഫ് അലിയേക്കാൾ സാലറി ചോദിച്ചു, അതിനാൽ സിനിമയിൽ നിന്ന് നെസ്ലൻ ഔട്ട് എന്നായിരുന്നു പ്രചരിച്ച വാർത്ത. പ്രേമലു 2 വൈകാൻ കാരണം നെസ്ലനാണെന്നും റൂമറുകൾ എത്തി. പുതിയ സിനിമയുടെ ലുക്കിൽ ഒരു ചിത്രം പ്രചരിച്ചപ്പോൾ അതിനെയും കളിയാക്കി പലരും. ലോകയുടെ തിയേറ്റർ വിസിറ്റിനിടെ ബംഗാളി ലുക്ക് എന്ന് പറഞ്ഞ് ഒരു പ്രേക്ഷകനും നെസ്ലിനെ അധിക്ഷേപിച്ചു. എന്നാൽ അതിനോട് വളരെ കൂളായി ഒരു താങ്ക് യു പറഞ്ഞ് നെസ്ലൻ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച ഈയിടെയേറെ കയ്യടി വാങ്ങിയിരുന്നു. അപ്പോഴും അയാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണം ഒരു സൈഡിൽ തകൃതിയായി നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനെയൊന്നും താൻ മൈൻഡ് ചെയ്യുന്നേയില്ലെന്നാണ് നെസ്ലൻ പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്നും വർക്കിലാണ് കോൺസെൻട്രേഷൻ എന്നുമുള്ള നെസ്ലന്റെ മെച്യൂർഡ് റിപ്ലൈ കയ്യടി നേടുന്നുണ്ട്. കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന എന്റർടൈനറായും ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരണ്ടി നൽകുന്ന സ്റ്റാറായും ഇക്കാലയളവിൽ നെസ്ലൻ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 സിനിമകളിൽ 3 സൂപ്പർ ഹിറ്റ് ആക്കാൻ നെസ്ലനായി. അതിൽ നിന്ന് കൊയ്ത കളക്ഷൻ ആകട്ടെ 400 കോടിക്ക് മുകളിൽ. പ്രേമല് 130 കോടി, ജിംഖാന 70 കോടി, കുതിപ്പ് തുടരുന്ന ലോക 200 കോടിക്ക് മുകളിൽ. ആകെ പരാജയമായത് അയാം കാതലൻ മാത്രം. ഇൻഡസ്ട്രിയിലെ മറ്റു പല താരങ്ങളും കൊതിക്കുന്ന നമ്പറുകളാണ് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് നെസ്ലിൻ ഉണ്ടാക്കിയെടുത്തതെന്ന് സാരം. ടെക്നീഷ്യൻസും കണ്ടന്റും കല്യാണിയും കയ്യടി നേടുമ്പോൾ ലോകയുടെ കുതിപ്പിൽ നെസ്ലിനെ തഴയുന്നവരെയും കാണാനാകും. ശരിക്കും അതിന്റെ ആവശ്യം എന്താണ്? അയാളുടെ സ്റ്റാർഡവും പെർഫോമൻസും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് റിയാലിറ്റി. തുടർ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ചർച്ചയാകുന്ന മറ്റൊന്നു കൂടിയുണ്ട്, നെസ്ലന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ. അധികം പറഞ്ഞു കേൾക്കാത്ത എന്നാൽ കരിയറിനെ ഏറെ സ്വാധീനിച്ച ഒന്ന്. സൈഡ് റോളുകളിൽ നിന്ന് നായക റോളിലേക്ക് എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ സെലക്ഷനാണ്. സച്ചിനും ജോജോയും സണ്ണിയും എല്ലാം മനോഹരമാകുന്നത് അവരുടെ ക്യാരക്ടർ ആർക്ക് കൊണ്ടുകൂടിയാണ്. ജിംഖാനയിലെ ജോജോ നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിരുന്നു. എപ്പോഴും വിജയശ്രീ ലാളിതനാകുന്ന നായകൻ എന്ന ക്ലീഷേ പൊളിച്ചെതുന്ന നായക കഥാപാത്രം. അതാണ് സിനിമയിലേക്ക് അടുപ്പിച്ചതെന്നും ജിംഖാന തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും അത് ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നെസ്ലൻ ഈയിടെ പറഞ്ഞിരുന്നു. സിനിമ പുറത്തിറങ്ങിയപ്പോൾ കേട്ട ഏറ്റവും വലിയ വിമർശനം സിനിമയിൽ നെസ്ലന്റെ ആവശ്യകത എന്തായിരുന്നു എന്നതാണ്. മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്ന മാസീനോ കോമഡിയോ ഒന്നും ജോജോയ്ക്കായി ഖാലിദ് റഹ്മാൻ ഒരുക്കിയിരുന്നില്ല. അത് ജോജോയുടെ മാത്രം കഥയായിരുന്നില്ല, ജിംഖാനയിലെ പിള്ളേരുടെ കഥയായിരുന്നു. അതിലൊരാൾ മാത്രമായിരുന്നു നെസ്ലൻ. 70 കോടിക്കടുത്ത് കളക്ഷൻ നേടി ജിംഖാന വിജയം കണ്ടെങ്കിൽ അവിടെ വിജയം കാണുന്നത് 100 കോടി അടിച്ച് സൗത്ത് ഇന്ത്യ മൊത്തം സെൻസേഷണലായി നിൽക്കുന്ന സമയത്തെ നെസ്ലന്റെ ചോയ്സ് കൂടിയാണ്. ആ ലിസ്റ്റിലേക്കാണ് ലോക എത്തുന്നത്. കല്യാണി എന്ന സൂപ്പർ ഹീറോയ്ക്ക് കൂട്ടായെത്തുന്ന നായകൻ. ഓരോ സീനിലും നെസ്ലൻ തന്റെ സ്വതസിദ്ധ എക്സ്പ്രഷനുകൾ വെച്ചുകൊണ്ടു പോകുന്ന ഒരു പോക്കുണ്ട്. പലയിടങ്ങളിലും തന്റെ തമാശകൾ കൊണ്ട് സിനിമയെ ഷോൾഡർ ചെയ്യുന്ന സീൻ. സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചത് അത് പെർഫെക്റ്റായി സ്ക്രീനിൽ പകർത്തി വെക്കുന്ന കാഴ്ച. കൃത്യമായ മീറ്ററിലുള്ള ഡീസന്റ് പെർഫോമൻസ്. അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ദുൽഖർ സൽമാൻ എന്ന പ്രൊഡ്യൂസർ. എടാ സൂപ്പർ സ്റ്റാർ എന്ന DQവിന്റെ വിളിയിലുണ്ട് ആ സ്നേഹം. മോളിവുഡിൽ വരാനിരിക്കുന്ന ഹൈലി ആന്റിസിപ്പേറ്റഡ് സിനിമകളിലെല്ലാം നെസ്ലൻ ഭാഗമാണ്. തരുൺ മൂർത്തിയുടെ ടോർപിഡോ, അഭിനവ് സുന്ദർ നായിക്കിന്റെ മോളിവുഡ് ടൈംസ്, ആസിഫ് അലിയുടെ ടിക്കറ്റാക്ക, അങ്ങനെ നീളുന്നു ആ നിര. എല്ലാം പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ. കടൽ തീരത്ത് കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ടിക്കറ്റാക്കിയിലെ നെസ്ലന്റെ ചിത്രം ഏറെ വൈറലായിരുന്നു. തനിക്ക് തമാശ മാത്രമല്ല ഏത് റോളും വഴങ്ങുമെന്ന് കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്തു വെച്ച വരനെ ആവശ്യമുണ്ട്, കുരുതി എന്നീ ചിത്രങ്ങളിലൂടെ തന്നെ നെസ്ലൻ തെളിയിച്ചതാണ്. അതിനാൽ ടിക്കറ്റാക്കിയിലെ മാസ് ഹീറോയിക് മൊമെന്റുകൾക്കായി വെയിറ്റിംഗ് ആണ് പ്രേക്ഷകർ. കളിയാക്കുന്നവർക്ക് ഇനിയും കളിയാക്കാം. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ നായകനാണ് അയാൾ. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആരാധക വൃന്ദം നെസ്ലന്റെ കൂടെയുണ്ട്. തന്റെ തലയും തന്റെ ഫുൾ ഫിഗറും വേണമെന്ന വാശിയില്ലാത്ത നായകൻ. ഇനിയും നല്ല സിനിമകൾ നെസ്ലൻ നമുക്ക് സമ്മാനിച്ചു കൊണ്ടേയിരിക്കും, അത് തീർച്ച.